ഹായ്, ഇന്ന് നമ്മുടെ തിരുവട്ടത്തല അമ്പലത്തിലെ 5ാം ഉത്സവ ദിവസമാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ എളിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം നമുക്ക് ലാസ്റ്റ് ദിവസത്തെ പൊങ്കാലയിൽ നിന്ന് തുടങ്ങാം. ഞാൻ എത്തിയപ്പോഴേക്കും പൊങ്കാലയൊക്കെ റെഡിയായിരുന്നു. ഇനി നേദിച്ചാൽ മതി. അങ്ങനെ അമ്പലത്തിലേക്ക് നടന്നപ്പോഴാണ് വഴിയിൽ സർഗായിരളി പൊങ്കാലക്കാർക്ക് വെള്ളം കൊടുക്കുന്നതുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ വെള്ളം കുടിച്ചിട്ട് അമ്പലത്തിൽ കയറി തൊഴുതിട്ട് ഞാൻ അന്നദാനം നടക്കുന്ന സ്ഥലത്തേക്ക് പോയി. ഇവിടെയാണ് പണ്ടാരടുപ്പ്. ഇവിടെ നിന്നാണ് തീ പകർന്നത് പൊങ്കാലയ്ക്ക് വേണ്ടി. അങ്ങനെ ഞാൻ അന്നദാനം നടക്കുന്ന സ്ഥലത്തെത്തി സ്റ്റേജിൽ കയറി നമ്മുടെ പയ്യന്മാരും എല്ലാവരുമായിട്ട് ഇരുന്നു. കുറച്ച് പേരൊക്കെ അന്നദാനത്തിന് മുമ്പേ വന്ന് സീറ്റൊക്കെ പിടിച്ചു. പൊങ്കാലയിട്ടവർ വന്നില്ല, അവർ പൊങ്കാല നേദിച്ചു കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പോൾ അവിടെ തിരക്കാവും. ഇപ്പോൾ അവിടെ അമ്പലത്തിൽ കലശാഭിഷേകം കലശപൂജയും നടക്കുകയാണ്. നമ്മളിവിടെ ആളൊക്കെ കൂടി അന്നദാനത്തിന് സാധനമൊന്നും പറക്കി വെച്ചില്ല. അവിടെ ചോറും കറിയൊന്നും നേദിച്ചില്ല. പൊങ്കാല നേദിച്ചിട്ടായിരിക്കും ഇവിടെ വരുന്നത്. അങ്ങനെ തിരുമേനി ഭക്ഷണം നേദിക്കാൻ എത്തി. ഇന്ന് അന്നദാനം കൊടുക്കാൻ കുറച്ച് ലേറ്റായി. നേദിക്കാൻ താമസിച്ചത് കൊണ്ടാണ്. കുറച്ച് പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടായിരിക്കും. ഈ ആൾക്കാരെ കൂടുതൽ വെയിറ്റ് ചെയ്യിപ്പിക്കാതെ പെട്ടെന്ന് എല്ലാം ചെയ്യണം. അപ്പോൾ നമ്മൾ അതിലേക്ക് പോയാണ്. ഇനി വീഡിയോ ഒന്നും എടുക്കാൻ സമയം കാണില്ല. അപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. ഇന്ന് അന്നദാനത്തിന് ആൾ കൂടുതലുണ്ടാണെങ്കിലും എല്ലാവർക്കും എല്ലാ സാധനവും കൊടുക്കാൻ കഴിഞ്ഞു. കുറച്ച് ബാക്കിയും വന്നു. ഇപ്പോൾ നമ്മൾ മേശയും കസേരയൊക്കെ പറക്കി ഒതുക്കിയാണ്. ഈ സമയമാണ് ട്രൂ മീഡിയയുടെ വണ്ടി വന്നത്. സ്റ്റേജിൽ LED വാൾ വയ്ക്കാൻ വേണ്ടിയാണ് വന്നത്. സാധനമൊക്കെ ഇറക്കി വയ്ക്കുകയാണ്. ഇന്ന് വൈകിട്ടത്തെ പരിപാടി നമ്മൾ പയ്യന്മാരും എല്ലാവരും കൂടെ പൈസ ഇട്ടാണ് ചെയ്യുന്നത്. ഇന്ന് 7 ടോൺസിൻ്റെ ഗാനമേളയാണ്. കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റും ഉണ്ട്. പരിപാടിയുടെ സ്പോൺസറിൻ്റെ സ്ഥാനത്ത് കലങ്ങ് ദേശം എന്നാണ് കൊടുത്തേക്കുന്നത്. ഇപ്പോൾ സ്റ്റേജിൻ്റെ കട്ടണ കഴിച്ചു മാറ്റിയാണ്. കുറേ പരിപാടി സെറ്റ് ചെയ്യാനുണ്ട് അവിടെ. ഇപ്പോൾ നമ്മൾ മേശയൊക്കെ കയറ്റിയിടുകയാണ്. ആൾക്കാർ ഒരുപാട് വരാൻ സാധ്യത ഉണ്ട്, അതുകൊണ്ട് സ്ഥലം കാണില്ല മേശ കിടന്നാൽ. അപ്പോൾ മേശയും കൊണ്ട് കൊടുത്തിട്ട് ഇനി നമുക്കിവിടെ സ്റ്റേജിൻ്റെ അവിടെ റാമ്പ് സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിനുള്ള സാധനവും കൊണ്ടുവരും. ഈ സമയം ഗാനമേളക്കാരുടെ സൗണ്ട് സിസ്റ്റം ലൈറ്റിങ്ങും മറ്റും കൊണ്ട് അവരുടെ വണ്ടി വന്നു. മഴ പെയ്ത് കിടക്കുന്നത് കൊണ്ട് തന്നെ വണ്ടി കയറാത്തൊരു ബുദ്ധിമുട്ടി. ഇവിടെ LED വാൾ സെറ്റ് ചെയ്ത് തീർന്നു. ഇനി ചെക്ക് ചെയ്യണം. അപ്പോഴത്തേക്കും ഗാനമേളക്കാർ ലൈറ്റും മറ്റും സെറ്റിങ്ങും തുടങ്ങി. അപ്പോഴാണ് നമ്മുടെ റാമ്പും കൊണ്ട് സാധനമൊക്കെ വന്നു. അങ്ങനെ നമ്മൾ റാമ്പ് സെറ്റ് ചെയ്യാനുള്ള പരിപാടി തുടങ്ങി. റാമ്പിലുള്ള മേൽനോട്ടം നയിക്കുന്നത് നമ്മുടെ ചക്കുച്ചേട്ടനാണ്. അങ്ങനെ പടിയും വെച്ച് റാമ്പ് ഏകദേശം സെറ്റാക്കി നമ്മൾ ടെസ്റ്റും ചെയ്തു. ഇന്ന് അമ്പലത്തിൽ പുഷ്പാഭിഷേകമുണ്ട്. അപ്പോൾ പൂവൊക്കെ ഇറുത്ത് എന്തായെന്ന് നോക്കാൻ വേണ്ടി ഞാൻ ഇവിടെ വന്നു. ഇവിടെ 2-3 ഐറ്റം പൂവൊക്കെ ഇറുത്ത് തീർന്നു. അവിടെ നിന്ന് നേരെ സ്റ്റേജിൻ്റെ അവിടെ വന്ന് കസേരയൊക്കെ പിടിച്ചിട്ടു. നേരെ ഇവിടെയാണ് LED വാൾ കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ 7 ടോൺ സ്ട്രീം എത്തി. അവിടെ സാധനങ്ങളൊക്കെ പറക്കിക്കൊണ്ട് വയ്ക്കാൻ സഹായിച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോയി കുളിച്ചിട്ട് തിരിച്ച് അമ്പലത്തിൽ എത്തി. അപ്പോഴത്തേക്കും ഇവിടെ പുഷ്പാഭിഷേകം തുടങ്ങാറായി. ഗാനമേളക്കാർ ഇവിടെ ടെസ്റ്റ് തുടങ്ങി. ഞാൻ LED വാളിൻ്റെയും മറ്റും വീഡിയോ എടുക്കാൻ വേണ്ടി ഇവിടെ സ്റ്റേജിൻ്റെ അവിടെ വന്നു. ഞാൻ പുഷ്പാഭിഷേകം കാണാൻ വേണ്ടി നിന്നില്ല. പരിപാടിയൊക്കെ 10-10:30 തീർക്കാൻ വേണ്ടി നേരത്തെ തുടങ്ങുമല്ല. LED വാളിൽ നമ്മുടെ കലങ്ങ് ദേശത്തിൻ്റെ ടൈറ്റിലാണ് എഴുതി കാണിക്കുന്നത്. അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് എത്തിയിരിക്കുകയാണ്. ഐഡിയ സ്റ്റാർ സിംഗർ സീസൺ 8 വിന്നർ ഋതുകൃഷ്ണയാണ് നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ്. നമ്മൾ പയ്യന്മാർ ഐഡന്റി കാർഡ് ആയിട്ട് സ്റ്റേജിന്റെ സൈഡിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഋതുകൃഷ്ണ സ്റ്റേജിലേക്കുള്ള എൻട്രിക്ക് വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ ഋതുകൃഷ്ണയുടെ എൻട്രി ഒക്കെ കഴിഞ്ഞു. നമ്മുടെ ഗാനമേള തകർത്തു. നല്ല ആളുണ്ടായിരുന്നു കാണാൻ. ഗാനമേളയ്ക്കിടയ്ക്ക് ഡാൻസ് കളിക്കണമെന്നുള്ളവർക്ക് വേണ്ടി നമ്മൾ സ്പേസൊക്കെ ഒരുക്കി കൊടുത്തു. അത് കഴിഞ്ഞ് ഗാനമേള ലാസ്റ്റൊക്കെ ആയപ്പോൾ നമ്മൾ ഡാൻസ് കളിച്ചു.
പെട്ടെന്ന് തീർന്നതുപോലെ തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഋതുകൃഷ്ണനായിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഋതുകൃഷ്ണൻ ഇറങ്ങി. ഒരു ശുഭം പറയടാ, ശുഭം. അങ്ങനെ ഗാനമേളക്കാരുടെ സാധനമൊക്കെ വണ്ടിയിൽ കയറ്റാൻ സഹായിച്ചിട്ട് നമ്മളിവിടെ പാട്ടിട്ട് അവസാനത്തെ ആഘോഷം തുടങ്ങി. ഇനി നമ്മളിവിടെ ഡാൻസ് കളിച്ചിട്ടിരുന്നപ്പോൾ ഇവിടെ അന്താക്ഷരി തുടങ്ങി. അത് ഏറ്റവും അവസാനം കവിയരങ്ങിലേക്ക് മാറി. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി. എല്ലാം പെട്ടെന്ന് തീർന്നതുപോലെ ഒരു തോന്നൽ. ഇപ്പോൾ ഇനി അടുത്ത വർഷം ഇതിലും ഗംഭീരമായിട്ട് നമുക്ക് ആഘോഷിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. തിരുവട്ടത്തല ഉത്സവത്തിൻ്റെ അവസാന വീഡിയോ ആണിത്. ഇനി അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.